യേശുവേ യേശു എവിടെയാ എന്താ യേശുവേ യേശുറാ ലജ്ജ ജംഗ്ഷനിൽ പോയി മുടിയോടെ മുടിഞ്ഞോ ആ മുടിയിടാ എന്താ യേശുവിനടാ പാറു ഇരിക്കാൻ നീക്ക് എന്തോ ചെടി അതെന്ത് നിനക്ക് പാസ്പോർട്ടില്ലല്ലേ ഇല്ലല്ലേ പിന്നെ കൂടുതൽ സംസാരിക്കണ്ട മാറിയല്ലേ ഡേയ് അമ്മ ഇത്രയും സന്തോഷകരമായ ഒരു കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തിങ്ങനെ വിഷമിച്ചിടക്കണേ നിങ്ങൾ യാത്രയെ പറ്റി ചർച്ച ചെയ്തില്ലേ ഇല്ല ആന്നടേ അല്ല വല്ലാത്തൊരു ടാസ്കാണല്ലോ തന്നത് ആർക്കൊന്നും പറയാനില്ല ഡേയ് കൂടിയിരുന്ന് ആലോചിച്ചിട്ട് ഒരാളെ പേരങ്ങ് നിർദ്ദേശിക്കേ തീരുമാനിച്ചാ ആരാ വരണേന്ന് പിള്ളേര് പരസ്പരം ഒന്നും മിണ്ടുന്നില്ലെന്നേ നിങ്ങളെ സഹോദരങ്ങൾ ഒഴിവാക്കി പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എൻ്റെ പേര് നിർദ്ദേശിക്ക് ആ ഉടനെ അങ്ങ് തല കുറുക്കണം ഒരു കാര്യം ഞാൻ പറയാം ഞാൻ ഈ യാത്രയെന്ന് ഒഴിവായിരിക്കുകയാണ് അതൊരു സംഭവമാണല്ലോ അല്ലെങ്കിൽ എല്ലാത്തിനും ചാടിയൊക്കെ പുറപ്പെടണല്ലോ നമ്മള് വയസ്സായില്ലേടേ പിള്ളേരെങ്ങനെ നിന്റെ ഇവിടെ ഒന്ന് സന്തോഷിക്കിട്ട് യേശുവേ പറയടാ ആടാ ഭാഗ്യമായി അല്ല ഞാനെന്തായാലും എൻ്റെ പേര് നിർദ്ദേശിക്കത്തില്ല എൻ്റെ പേര് പറയാൻ ഞാൻ ആരുടെടുത്തും പറയുന്നുമില്ല പക്ഷെ പാറിനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല അത് പ്രാക്ടിക്കലല്ല പാറൊരു പാസ്പോർട്ട് ഇല്ലല്ലോ ഇനിയിപ്പോൾ സമയമില്ല പാസ്പോർട്ട് എടുക്കാൻ അപ്പോൾ പാറു ക്യാൻസൽ പിന്നെ ലജ്ജി ചേച്ചി മാരീഡ് ആണ് സോ അളിയൻ എപ്പോൾ വേണമെങ്കിലും നാട്ടിൽ വരാം അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഫോറിൻ ടൂറും പോവാം അത് അവിടെ ചേച്ചിയും ക്യാൻസലായി പിന്നെ ഉള്ളത് ഞാൻ മുടിയും ചേട്ടൻ ശിവ ഇപ്പം പഠിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണല്ലോ അപ്പോൾ അവൾക്ക് അതിലാണ് കൂടുതൽ കോൺസെൻട്രേഷൻ നമ്മളിവിടെ അവളെ ശല്യപ്പെടുത്താൻ പോരുത് വേണ്ട അപ്പോൾ അവളും ക്യാൻസൽ പിന്നുള്ളത് ചേട്ടനും ഞാനും അപ്പൊ ചേട്ടന്റെ വയസ്സും പിന്നെ ഈ ജോലിയുടെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ചേട്ടൻ ഇനി ഒരുപാട് അവസരങ്ങളുണ്ട് ഞാനാണ് കറക്റ്റ് നീ വാ പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നുന്നു നിന്റെ പേര് ഫസ്റ്റ് എടുത്തിടാനോ സത്യം പറഞ്ഞ അമ്മയ്ക്ക് ഞാൻ പോണാണ് കൂടുതൽ ഇഷ്ടം ഇത് പുറത്ത് തുറന്ന് പറയാൻ പറ്റില്ലല്ലോ അമ്മയ്ക്ക് പ്രയാസമുണ്ട് ഇത്ര പേരോട് നിൽക്കുകയല്ലേ എങ്ങനെ പറയും ഒരാളല്ലേ ഉള്ളൂ അല്ലേ മാ ഡേയ് അമ്മേരെ കൂടെ ആര് പോണം വേണ്ട എന്നുള്ളത് അത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് അത് അവളെ ചെയ്യുള്ളൂ അത് നമ്മൾ അങ്ങോട്ട് ശ്രദ്ധിക്കണ്ട കല്യാണം കഴിഞ്ഞ അന്ന് മുതലേ നമ്മൾ രണ്ടും കൂടെ പ്ലാൻ ചെയ്തതാണ് ഒരു വിദേശ യാത്ര പോണമെന്ന് പക്ഷെ ഇത് നടന്നിട്ടില്ല നടക്കാനും പോകണില്ല കാരണം ഞാൻ ഇത് സ്വയം കുറ്റി ചെയ്ത് മാറിയിരിക്കുകയാണല്ലോ എന്തായാലും ലച്ചു വരട്ടെ എന്നിട്ട് തീരുമാനിച്ചാ പോരെ അല്ല നീലു ഈ യാത്രയിൽ നീ പോകണമെന്ന് നിർബന്ധമാണ് ഇല്ലാന്നുണ്ടെങ്കിൽ പിള്ളേരെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരാണോ അവരുടെ കൂടെ ഞാനും കൂടെ പോവാം ആരാണോ പോവാൻ പോകുന്നത് അവരുടെ കൂടെ ഞാനും പോവാം അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ കാരണം ഈ യാത്രയിൽ സ്വയം കിറ്റ് ഞാൻ മാറിയിരിക്കുകയാണല്ലോ കഷ്ടം തന്നെ നിങ്ങളുടെ കാര്യം കഷ്ടം തന്നെ അമ്മ അപ്പൊ ഇതിപ്പോ രണ്ടുപേർക്കും ഉള്ളതേ അവരെ കുടുംബത്തിന് മൊത്തം ഓഫർ ചെയ്തിരുന്നെങ്കിൽ നല്ലായിരുന്നു അങ്ങനെ അവർ ചെയ്തേനെ പക്ഷെ നമ്മളൊരു കുടുംബമല്ലല്ലോ ഒരു പഞ്ചായത്തായി പോയില്ലേ എവള് മനസ്സ് വെച്ചെങ്കിൽ ഒരു ജില്ല ആയിട്ട് മാറ്റിയല്ലേ എവളെ തിരിഞ്ഞില്ലേ ഞാൻ തീയേ ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞില്ല എന്നാ കൊച്ചു പറ ഞാനാണ് കൊച്ചുണ്ട് ഞാൻ അമ്മയുടെ കൂടെ പോവാം എങ്ങനെ ഇതാണ് അതിന്റെ ശരി ചുമ്മാ പാറു നിനക്ക് പാസ്പോർട്ട് ഇല്ല ഇനി ഇങ്ങനെ പറഞ്ഞ അച്ഛന്റെ പാസ്പോർട്ട് ഞാൻ കീറി കളയും പാറുവെ കളിക്കരുത് കേട്ടാ ചുമ്മാ പാസ്പോർട്ട് ഇല്ല എന്ന് പറഞ്ഞോണ്ടിരിക്കും ഭംഗം തുടങ്ങി എന്തായാലും അച്ഛൻ പാറു ലിസ്റ്റിലില്ല അച്ഛൻ സ്വയം ലിസ്റ്റ് ഔട്ട് ആയല്ലോ അല്ലേ പിന്നെ ശിവയും ലച്ചും ഏകദേശം ലിസ്റ്റ് ഇല്ല ഇനി നീ ആലോചിക്കടേ ചേട്ടൻ ഞാൻ നന്നായിട്ട് ആലോചിക്കുന്നുണ്ട് ബാലേ ആലോചിക്കേ